നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള NGO അസോസിയേഷൻ പ്രക്ഷോഭ പരിവർത്തന യാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. മാട്ടൂൽ സെന്റ് നിക്ലോവ ചർച്ചിൽ മോഷണം, അൽത്താരയ്ക്ക് മുന്നിലെ 2 ഭണ്ഡാരങ്ങൾ തകർത്തു. മീൻകുളത്തും ഓലയമ്പാടിയിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. മാട്ടൂൽ പൊലിപ്പിൽ റോഡ് തകർന്നു, റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പ്രതിഷേധം വ്യാപകം. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേളപ്പജി അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരള NGO അസോസിയേഷൻ പ്രക്ഷോഭ പരിവർത്തന യാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ നിർവഹിച്ചു. വളരെ വലിയ അംഗീകാരങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇനിയും അർഹിക്കുന്ന അർഹതയുള്ള ചില കാര്യങ്ങൾ കൂടി നേടിയെടുക്കാനുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയുമുള്ള ഒരു പ്രചരണ പരിപാടിയാണ്. 10ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക, ലഹരിമുക്ത മാലിന്യമുക്ത കേരളം കെട്ടിപ്പടുക്കുക, കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കാൻ തൊഴിൽ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര നയവൈകല്യം മൂലമുണ്ടാകുന്ന വിലക്കയറ്റം തടഞ്ഞു നിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള NGO അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിവർത്തന പ്രക്ഷോഭ ജാഥ സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉദ്ഘാടന യോഗത്തിൽ AV രാമചന്ദ്രൻ അധ്യക്ഷനായി. MP ജയകൃഷ്ണൻ, KK രാജേഷ് ഖന്ന, K മധു, T മോഹനൻകുമാർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NP ജയകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായുള്ള ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം തലശ്ശേരിയിൽ സമാപിക്കും. മാട്ടൂൽ സെന്റ് നിക്ലോവ ചർച്ചിൽ മോഷണം, അൽത്താരയ്ക്ക് മുന്നിലെ 2 ഭണ്ഡാരങ്ങൾ തകർത്തു. ബുധനാഴ്ച രാത്രിയിലായിരുന്നു മോഷണം. മാട്ടൂലിലെ സെന്റ് നിക്ലോവ ചർച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ ഏണിവഴി മുകളിൽ കയറിയ മോഷ്ടാക്കൾ മുകൾ വശത്തെ ജനൽപ്പാളി നീക്കം ചെയ്താണ് അകത്ത് കടന്നത്. അൾത്താരയ്ക്ക് സമീപത്തെ മാതാവിന്റെയും തിരുസ്വരൂപത്തിന്റെയും മുന്നിലുണ്ടായിരുന്ന 2 ഭണ്ഡാരങ്ങളാണ് കവർന്നത്. ഇടവക വികാരി മാത്യു സെബാസ്റ്റ്യന്റെ പരാതിയെ തുടർന്ന് പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാട്ടൂൽ ഭാഗങ്ങളിൽ മോഷണം പതിവായ സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. അങ്കത്തട്ട് തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളായി. ബ്യൂറോ പരിധിയിലെ തദ്ദേശ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പങ്ക്തിയിലൂടെ. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ കുറിച്ചാണ് ആദ്യം. LDFന് ബാലികേറ മലയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഇതുവരെ 1951 VP മുഹമ്മദ് കുഞ്ഞി ഹാജിയിൽ തുടങ്ങി 2015 AGC ബഷീർ വരെ അധികാരത്തിലുണ്ടായ 11 പഞ്ചായത്ത് പ്രസിഡന്റുമാരും UDFൻ്റേതാണ്. നിലവിൽ ആകെയുള്ള 21 വാർഡിൽ 10 മുസ്ലിം ലീഗ്, 4 കോൺഗ്രസ്, 2 ജനതാദൾ എന്നിങ്ങനെ UDFന് 16 അംഗങ്ങളും 5 CPM അംഗങ്ങളുടെ LDFുമാണ് പഞ്ചായത്തിലുള്ളത്. കാലാനുസൃതമായ നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തു തന്നെ മുൻനിരയിലെത്താൻ തൃക്കരിപ്പൂർ പഞ്ചായത്തിന് സാധിച്ചുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെന്ന് ഭരണമൊഴിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറയുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഗവേണൻസ് ആരംഭിച്ച ഒരു പഞ്ചായത്ത്. ഇങ്ങനെ ഒട്ടേറെ ഖ്യാതിയോടെയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങളിൽ ഞങ്ങൾ വിലയിരുത്തുന്നത്. പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള 10 ഏക്കർ സ്ഥലത്ത്
2.25 കോടി രൂപയുടെ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ടാണ് ജില്ലയിൽ ആദ്യത്തെ സിന്തറ്റിക് ഫുട്ബോൾ സ്റ്റേഡിയം പണി പൂർത്തിയായി വരുന്നത്. കേന്ദ്ര സ്പോർട്സ് ഗെയിംസ് അതോറിറ്റിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ആ സ്റ്റേഡിയം പണിയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷക്കാലം ജില്ലയിൽ 100% പദ്ധതി ഫണ്ട് ചെലവഴിക്കുകയും 100% നികുതി പിരിച്ചെടുക്കുകയും ചെയ്ത ഒരു പഞ്ചായത്ത് എന്ന ബഹുമതിയും ഞങ്ങൾക്കാണ്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവ്വ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ പിന്തുണയോടുകൂടി മനസ്സറിഞ്ഞ സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി 5 വർഷക്കാലം ഈ നേട്ടങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഞങ്ങളുടെ ഭരണ കാലാവധി പൂർത്തീകരിക്കുന്നത് എന്ന അഭിമാനവും ചാരിതാർത്ഥ്യവുമാണ് ഞങ്ങൾക്കിപ്പോഴുള്ളത്. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ആധുനിക സംവിധാനങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിലും വികസന പ്രവർത്തനങ്ങളിലും തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷം തികഞ്ഞ പരാജയമാണെന്ന് 5 പേരുടെ പിൻബലമുണ്ടായിരുന്ന പ്രതിപക്ഷ ശബ്ദം ഒളവറയിൽ നിന്നുള്ള TV പ്രഭാകരനിലൂടെ കേൾക്കാം. നമ്മുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നീറുന്നൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അതിനുവേണ്ടി ഒരു ബിൽഡിംഗ് നടക്കാവിൽ പണിത് ഉയർത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ അവിടെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിന് ഒന്നും കഴിഞ്ഞില്ല. വെറുതെ പാതി പണി ചെയ്ത ആ ബിൽഡിംഗ് ഇപ്പോഴും ഇവിടെ നോക്കുകുത്തിയായി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇടപെട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അതുപോലെ മത്സ്യമാർക്കറ്റ് പൊന്നും വില കൊടുത്ത് മത്സ്യമാർക്കറ്റ് സ്ഥലം ഏറ്റെടുക്കുക, അടുത്തുള്ള ബിൽഡിംഗ് ഒഴിപ്പിച്ച് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഒരു പ്രവൃത്തിയും അതിനെക്കുറിച്ച് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനങ്ങോട്ട് കടക്കുവാനുള്ള എൻട്രൻസിൽ ഉള്ള ബിൽഡിംഗ് പൊളിച്ചു മാറ്റി എന്നല്ലാതെ യാതൊരു നടപടിയും അതിന് സ്വീകരിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, പുറപ്പാട് കണ്ണങ്കൈ ഭാഗത്ത് കുടിവെള്ള പ്രശ്നം, അതായത് പൈപ്പ് ലൈൻ പൊട്ടി അതിൽ മലിനജലം വരുമ്പോൾ മാസങ്ങളോളം ഇവിടെയുള്ള ആൾക്കാർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോൾ അതും MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് MLA ഇടപെട്ടുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെച്ചെന്ന് പറയുന്നത് വെറും അതിന് പറയാൻ വാക്കില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മറ്റു വാർത്തകളിലേക്ക്. മീൻകുളത്തും ഓലയമ്പാടിയിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റു. പ്രദേശവാസികൾ ഭീതിയിൽ. പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്ക് നേരെയും തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശവാസികളും ഭീതിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പശുക്കിടാവിനെ 10ഓളം തെരുവുനായ്ക്കൾ കടിച്ചിരുന്നു. നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ സ്കൂൾ കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാർ ഏറെ ഭീതിയോടെയാണ് പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്നത്. വാഹനയാത്രക്കാരെ പോലും തെരുവുനായ്ക്കളുടെ കൂട്ടം ആക്രമിക്കുന്നു എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ബൈക്കിന്റെ പിന്നാലെയോടി ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. അപ്പോൾ അത് താൽക്കാലിക ഇതിലെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് അതിനെ ഓടിച്ചപ്പോൾ രണ്ടാമതും വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ പട്ടികൾ ശല്യപ്പെടുത്തുന്നു. ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇല്ല എന്നുള്ളതാണ് സത്യം. മീൻകുളം ക്ഷേത്രത്തിലെത്തുന്നവർക്കും തെരുവുനായ ശല്യം ഭീഷണിയായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാട്ടൂൽ പൊലിപ്പിൽ റോഡ് തകർന്നു. ഗതാഗതം ദുഷ്കരം. തകർന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പ്രതിഷേധം വ്യാപകമാകുന്നു. 5 വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ഉൾപ്പെടുത്തിയ മാട്ടൂൽ പൊലിപ്പിൽ റോഡ് ഇപ്പോഴും ചെളിക്കുളമായി നിലകൊള്ളുന്നു. മാട്ടൂൽ ജസിന്ത സ്റ്റോപ്പിൽ ബസ്സിറങ്ങി പൊലിപ്പിൽ ഭാഗത്തേക്ക് കാൽനടയായി യാത്ര ചെയ്യുക എന്നത് ഏറെ ദുഷ്കരമാണ്. റോഡിൽ പലയിടങ്ങളിലും മുട്ടോളം വെള്ളം കെട്ടിക്കിടക്കുന്നു. മാട്ടൂലിലെ നിരവധി കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. മാട്ടൂൽ LPU സ്കൂൾ, കളരി സന്നിധാനം, ഓഡിറ്റോറിയം ഇവിടങ്ങളിലേക്ക് പോകേണ്ടവർ ഏറെ ദുരിതമനുഭവിച്ചാണ് കടന്നുപോകുന്നത്. ഓട്ടോറിക്ഷയും മറ്റ് ചെറുവാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്താറില്ല. റോഡിനോട് ചേർന്ന് ഓവുചാലില്ലാത്തതിനാൽ റോഡിൽ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നു. ഭരണാധികാരികൾ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്ഷേത്രമുണ്ട്, പ്രധാനമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും.
പഞ്ചായത്തിലും അതുപോലെ വാർഡ് മെമ്പറേയും കണ്ടിട്ട് നിരവധി പരാതികൾ എല്ലാം രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട്. ഇവരെ പരിഗണിക്കാമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ ഇതുവരെ ഈ റോഡിനെക്കുറിച്ച് യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, അതുപോലെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ റോഡാണ്. മാട്ടൂലിലെ തകർന്ന റോഡുകൾ ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേളപ്പജി അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ MLA K. A. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിന് ഗ്രന്ഥശാലകൾ കൊച്ചിയിൽ ധാരാളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് ചെറിയ ഗ്രാൻഡെന്ന് കൊച്ചി ഗവൺമെന്റ് തന്നിട്ടുണ്ട്. AK ഗോവിന്ദൻ മാസ്റ്റർ, രഞ്ജിത്ത് സർക്കാർ, EA ബാലൻ എന്നിവർ K. കേളപ്പൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. VM ദാമോദരൻ അധ്യക്ഷനായിരുന്നു. AK P. നാരായണൻ, U. രാജേഷ് എന്നിവർ സംബന്ധിച്ചു. സാന്ത്വന സ്പർശവുമായി പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ പയ്യന്നൂർ MRCHലെത്തി. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അംഗപരിമിതർ എന്ന വിളിപ്പേരിൽ ഒതുങ്ങിപ്പോയ നിരവധി ജീവിതങ്ങൾക്ക് സ്നേഹവും സന്തോഷവും പകർന്നാണ് പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മലബാർ റീഹാബിലിറ്റേഷൻ സെന്ററിലെത്തിയത്. ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല, മറ്റെല്ലാവരെ പോലെയും പരിഗണനയും അർഹിക്കുന്നവരാണ് തങ്ങളെന്ന് MRCHലെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഉതകും വിധത്തിലായിരുന്നു ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികൾ പരിപാടിയൊരുക്കിയത്. MRCHലെ കുട്ടികളുടെ പരിപാടികളോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. വിദ്യാർത്ഥിനികളിൽ നിന്ന് പിന്തുണയും പ്രോത്സാഹനവും ലഭിച്ചതോടെ വിദ്യാർത്ഥികൾ സ്വയം മറന്നു. ലുങ്കി ഡാൻസും പാട്ടുമൊക്കെ ഏവരെയും ആകർഷിക്കുന്നതായി. എല്ലാ വേദനകളും മറന്ന് അവർ ആടിത്തിമർത്തു. തങ്ങളെപ്പോലും വിസ്മയിച്ച ഡാൻസും പാട്ടും മൊബൈലിൽ പകർത്താൻ വിദ്യാർത്ഥിനികളും തിരക്കുകൂട്ടി. തുടർന്ന് MRCHലെ വിദ്യാർത്ഥികൾക്ക് വിരുന്നായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഒപ്പനയും പാട്ടുമൊക്കെയായി കലാവിരുന്ന് തന്നെയാണ് വിദ്യാർത്ഥിനികൾ ഒരുക്കിയിരുന്നത്. പരിപാടികൾക്കൊടുവിൽ വിദ്യാർത്ഥിനികൾ തന്നെ വീട്ടിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണം കുട്ടികൾക്ക് നൽകി. വിദ്യാർത്ഥിനികൾ തന്നെയാണ് ഭക്ഷണങ്ങൾ പകർന്നു നൽകിയതും. സ്നേഹത്തിന്റെ നിർവചിക്കാനാവാത്ത മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു MRCH സ്കൂൾ. തുടർന്ന് തങ്ങളോടൊപ്പം കൂടിയ MRCHലെ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്കൂളും പരിസരവും NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ശുചിയാക്കുകയും ചെയ്തു. ഒരു ദിവസം മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചെലവഴിച്ചാണ് NSS വോളണ്ടിയർമാർ തിരിച്ചുപോയത്. പരിപാടികൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ പ്രജിഷായൻ, സ്കൂളിലെ അധ്യാപികമാരായ നിഷ, ഷീജ TC, ഗിരിജ, ആൻസി, ഷീജ M, ശ്രീദേവി, പ്രിൻസിപ്പൽ ഗംഗാധരൻ ആനിക്കാട്, P. പ്രേമചന്ദ്രൻ എന്നിവരും നേതൃത്വം നൽകി. നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി വയർമാൻ തൊഴിലാളികൾ. പുഞ്ഞിമംഗലത്തെ നിർധന കുടുംബം ചിന്നക്കയുടെ വീടിന്റെ വയറിംഗ് പ്രവൃത്തികൾ സൗജന്യമായി ചെയ്തു നൽകിയാണ് വയർമാൻ അസോസിയേഷൻ മാട ഏരിയ കമ്മിറ്റി CITU പ്രവർത്തകർ മാതൃകയായത്.
ഭർത്താവിന്റെ അകാല വിയോഗത്തിൽ തനിച്ചായിപ്പോയ കുഞ്ഞിമംഗലത്തെ തെക്കുംപാട്ടെ ചിന്നക്കയുടെയും മക്കളുടെയും ദുരവസ്ഥ നെറ്റ്വർക്ക് ന്യൂസ് മുൻപും പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിരുന്നു. തുടർന്ന് നിരവധി സുമനസ്സുകളുടെ കാരുണ്യത്തിൽ ചിന്നക്കയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുകയായിരുന്നു. വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായെങ്കിലും വയറിംഗ് പ്രവൃത്തികളോ വൈദ്യുതീകരണമോ നടന്നിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വയർമെൻ അസോസിയേഷൻ CITU മാടായി ഏരിയ കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചിന്നക്കയുടെ വീടിന്റെ വയറിംഗ് പ്രവൃത്തികൾ പൂർണ്ണമായും സൗജന്യമായി ചെയ്തു നൽകിയത്. ഏരിയ സെക്രട്ടറി EV ഗണേശന്റെ നേതൃത്വത്തിൽ 12ഓളം പ്രവർത്തകരുടെ ശ്രമഫലമായാണ് വയറിംഗ് ജോലികൾ പൂർത്തിയാക്കിയത്. പ്രവൃത്തി പൂർത്തീകരിച്ച് ടെസ്റ്റ് റിപ്പോർട്ട് EWNSA മാടായി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് PP സത്യൻ ചിന്നക്കയ്ക്ക് കൈമാറി. ഈ വീടിൻ്റെ വയറിംഗ് പ്രവൃത്തി വയർമെൻ അസോസിയേഷൻ CITU മാടായി ഏരിയ കമ്മിറ്റിയാണ് സാധന സാമഗ്രികൾ ഉൾപ്പെടെ സൗജന്യമായിട്ട് നൽകിയിട്ട് സൗജന്യമായിട്ടാണ് വയറിംഗ് പ്രവൃത്തി നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. ചിന്നക്കയുടെ മക്കളുടെ അതിയായിട്ടുള്ള ആഗ്രഹമാണ് വീട് പൂർത്തിയായതിനു ശേഷം എത്രയും വേഗം വൈദ്യുതി കിട്ടണമെന്നുള്ളത്. അപ്പോൾ ആഗ്രഹമാണ് EWNSA മാടായി ഏരിയ കമ്മിറ്റി ഈ പ്രവൃത്തിയിലൂടെ സബലീകരിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പുത്തരി ഉത്സവം സംഘടിപ്പിച്ചു. കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ കൊണ്ടാണ് പുത്തരി ഉത്സവം സംഘടിപ്പിച്ചത്. കാർഷിക രംഗത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഏഴോം കുടുംബശ്രീ സംഘടിപ്പിച്ച പുത്തരി ഉത്സവം നാടിൻ്റെ ഉത്സവമായി മാറി. 140 ഏക്കറോളം സ്ഥലത്ത് കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ഇക്കുറി നെൽകൃഷി നടത്തിയിരുന്നു. കൂടാതെ പച്ചക്കറിയും ഉൽപ്പാദിപ്പിച്ചു. ഇവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് പുത്തരി ഉത്സവം നടത്തിയത്. പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യയാണ് പുത്തരി ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയത്. പഞ്ചായത്ത് ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം പുത്തരി ഉത്സവത്തിൽ പങ്കാളികളായി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, മനോജ്, KN ഗീത, PM സുമതി, P ശ്രീദേവി ടീച്ചർ, M ഷൈമ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കരിവള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാന്തന പരിചരണം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡോക്ടർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസം നൽകുന്നത് തൻ്റെ മെഡിറ്റേഷനിലൂടെ ഏതാണോ ആശ്വാസം നൽകുന്നത് ആ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിച്ച ഈ യോഗയുടെ ഈ ഒരു ധ്യാനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. 12ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2015-16 വർഷത്തിൽ നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് കെയർ പരിപാടിയുടെ ഭാഗമായാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാലയിൽ TV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ISM കണ്ണൂർ CMO AV സുരേഷ്, പാലിയേറ്റീവ് കെയർ താലൂക്ക് ആശുപത്രി നഴ്സ് ബീന അഗസ്റ്റിൻ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. KT ഗോപിനാഥൻ, രാമകൃഷ്ണൻ T എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പഴയങ്ങാടി ഗവൺമെന്റ് മാപ്പിള സ്കൂളിന് STU പഴയങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാനുകൾ വിതരണം ചെയ്തു. STU ഓട്ടോ തൊഴിലാളികളിൽ നിന്ന് സ്വരൂപിച്ച തുകയിൽ നിന്നാണ് എല്ലാ ക്ലാസ് മുറികളിലും ഫാൻ വിതരണം ചെയ്തത്. നമ്മളെല്ലാ വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന രോഗികളെയും അശ്രിതരെയും സഹായിക്കാൻ എന്നും മുന്നോട്ട് വന്നിട്ടുള്ള ഈ സംഘടന ഇന്ന് ഈ പഴയങ്ങാടി GMUPU സ്കൂൾ ഒരു വട്ടം സന്ദർശിച്ചപ്പോൾ തന്നെ ആ കുട്ടികളുടെ ആ ചൂട് സമയത്ത് അനുഭവിക്കുന്ന ആ വേദന മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള ഫാനുകൾ നൽകിക്കൊണ്ട് ഇവർക്ക് ഇവിടെ നമ്മുടെ നാടിന് ഒരു മാതൃകയായിരിക്കുകയാണ്. ജീവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്ന പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികളുടെ കൂട്ടായ്മയിലാണ് വിദ്യാർത്ഥികൾക്ക് ഫാൻ വിതരണം ചെയ്തത്. പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അബ്ദുൽ ഷുക്കൂർ, അബ്ദുൽ സമദ് മുട്ടം, VV സുരേഷ്, MP മഹമ്മൂദ്, MP ഹനീഫ്, PM നിസാർ, UK ലത്തീഫ്, കാച്ചാപ്പു ജലീൽ, U അയൂബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇനി നാട്ടുപച്ച. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന ഒന്നാണ് വെറ്റില. ഔഷധമെന്ന നിലയിൽ വെറ്റിലയെ കരുതാൻ തുടങ്ങിയിട്ട് ഏകദേശം 4000 വർഷം പിന്നിട്ടിരിക്കുന്നുവെന്ന് ആയുർവേദം പറയുന്നു. മുറുക്കുന്നവരുടെ സന്തത സഹചാരിയാണ് വെറ്റില. ഇത് വേദകാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്നു. പൈപ്പറേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം പൈപ്പർ ബെറ്റൽ എന്നാണ്. ഈ ചെടിയുടെ ജന്മദേശം മലേഷ്യയും സിംഗപ്പൂരുമാണെന്നാണ് സസ്യശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇലയിൽ ബാഷ്പീകരണ സ്വഭാവമുള്ള ഒരു തൈലമുണ്ട്.
അണുനാശക ശക്തിയുള്ള ഒരുതരം ഫിനോൾ, അരഗിൻ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, പൊട്ടാസ്യം എന്നിവയും ഇലയിൽ അടങ്ങിയിരിക്കുന്നു. ഇത് വാത കഫരോഗങ്ങൾ ശമിപ്പിക്കുന്നു. അന്നജം കൂടുതൽ ദഹിക്കാൻ സഹായിക്കുന്നു. കൊടിക്ക് പഴക്കം കൂടുന്തോറും വെറ്റിലയുടെ മഹിമ വർദ്ധിക്കും. കൃമി, ചൊറി, ചുമ, കണ്ഠരോഗം തുടങ്ങിയവയെ ഇത് ശമിപ്പിക്കുന്നു. വിഷവൈദ്യത്തിൽ വെറ്റിലയുടെ ഉപയോഗം ഏറെ പ്രധാനമാണ്. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ഇക്കോ ക്ലബിന്റെയും ഭൂമിത്രസേന ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിനടുത്തുള്ള ഇടനാടൻ ചെങ്കൽ കുന്നുകളിലെ ശലഭങ്ങൾ, പക്ഷികൾ, ഉരകങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ നിരീക്ഷിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും വന്യജീവി സംരക്ഷണ പ്രതിജ്ഞയുമെടുത്തു. എ വി ശ്രീനിവാസൻ മാസ്റ്റർ അധ്യക്ഷനായി. പി വി പ്രഭാകരൻ, പി കെ അശോകൻ, എം സിദ്ധാർത്ഥ്, എം ദേവപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ഒക്ടോബർ 10 ശനിയാഴ്ച പയ്യന്നൂർ ക്ഷീര ടവറിൽ നടക്കും. ഒക്ടോബർ 10 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ക്ഷീര ടവറിലാണ് കേരള ബിൽഡിംഗ് റെന്റ് ഹോൾഡേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം നടക്കുന്നത്. സി കൃഷ്ണൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ കെ പി ശ്രീധരൻ അധ്യക്ഷനാകും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സുഭാഷ് അയ്യോത്ത്, എം പ്രമോദ്, കെ പി അശോകൻ, കെ ബി ആർ കണ്ണൻ, കെ വി ശ്രീധരൻ, കെ പി ബാലകൃഷ്ണൻ, പി പി മുരളീധരൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ബാലാമണിയമ്മയുടെ അമ്മ എന്ന കവിത ചൊല്ലിയ വിഷ്ണുജയ്ക്ക് തൃക്കരിപ്പൂർ നടക്കാവിലെ സായി മന്ദിരത്തിലെ വൃദ്ധരായ അമ്മമാരുടെ അനുഗ്രഹം. പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും അധ്യാപകരുമാണ് സായി മന്ദിരം സന്ദർശിച്ചത്. പിന്നിട്ടുപോയ ജീവിതാനുഭവങ്ങളുടെ നൊമ്പരപ്പെടുത്തലായി അമ്മമാർക്ക് വിഷ്ണുജയുടെ കവിതാലാപനം. ചാഞ്ഞുറങ്ങുമ്പോൾ അചഞ്ചല സ്നേഹത്തിൻ ചൂടും പാഴൂരിലെന്നമ്മ ടീച്ചറാണ്. പാടുപെട്ടുള്ളൊരു യാത്രയാണ്. ഞാനുണരുമ്പോഴേക്കമ്മ പോകും, അമ്മ വരുമ്പോഴോ സന്ധ്യയാകും. നിർനിമേഷരായി ശ്വാസമടക്കി ശ്രവിക്കുകയായിരുന്ന അമ്മമാരോടൊപ്പം പിലിക്കോട് സി കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹനും കെ മനോജ്, പ്രകാശൻ തുടങ്ങിയവരും. അമ്മമാർക്ക് സമ്മാനമായി പുതപ്പുകളുടെ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാതയോരത്തച്ഛൻ കാത്തു നിൽക്കും. പുരോഗമന കലാ സാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ത്രിദിന മതേതര സദസ്സിന് ഒക്ടോബർ 11 ഗാന്ധി പാർക്കിൽ തുടക്കമാകും. ഡോക്ടർ PJ വിൻസെന്റ് ഫാസിസത്തിന്റെ ആഗോള ചരിത്രം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗാന്ധി മുതൽ കൽബുർഗി വരെ എന്ന വിഷയത്തിൽ KEN-ഉം ശ്രീനാരായണ ഗുരുവും മതേതര ദർശനവും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടവും സംസാരിക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ, പയ്യന്നൂർ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 50% സംവരണം. ഇതിനു പുറമെ ജനറൽ സീറ്റിലും സ്ത്രീകൾക്ക് മത്സരിക്കാം. ഇത്തരം അവസരങ്ങൾ സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതായി പ്രേക്ഷകർ കരുതുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്തിയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഏറെ പങ്കുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ സമൂഹത്തിലുള്ള ഒരുപടി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് നല്ല മുന്നേറ്റം ആ രംഗത്തുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അധിനിവേശകാലം ഏറ്റവും അടിച്ചമർത്തപ്പെടുന്നത് സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ പദവി, അവളുടെ തുല്യത വളരെ ഉയർത്താൻ വേണ്ടിയിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ 50% സംവരണം ഏറെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക്
സമൂഹത്തിൽ തുല്യമായ സ്ഥാനമുണ്ടെന്നും ഭരണങ്ങളിൽ ഏറെ മികവ് പുലർത്താൻ വേണ്ടിയിട്ടും ഈ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഇത്രയൊരു ഭരണ സംവിധാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് പറയാനുള്ളത്. AVDS My Sweet Home, മാത്തിൽ പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO അസോസിയേഷൻ പ്രക്ഷോഭ പരിവർത്തന യാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. മാട്ടൂൽ സെന്റ് നിക്ലോവ ചർച്ചിൽ മോഷണം. അൽത്താരയ്ക്ക് മുന്നിലെ 2 ഭണ്ഡാരങ്ങൾ തകർത്തു. മീൻകുളത്തും ഓലയമ്പാടിയിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. മാട്ടൂൽ പൊലിപ്പിൽ റോഡ് തകർന്നു. റോഡ് അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പ്രതിഷേധം വ്യാപകം. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കേളപ്പജി അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.